ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ നല്ല ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ ചെറിയ ഒരു ചിന്ത. 113 സങ്കീർത്തനം അതിന്റെ 7, 8, 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റും, അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരോടെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടെ തന്നെ ഇരുത്തുന്നു. അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാർ ആക്കുന്നു. ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് 3-4 കാര്യങ്ങൾ അവിടെ കാണുവാൻ പറ്റും. എന്താണ്? 7-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാം, എഴുന്നേൽപ്പിക്കുന്ന ദൈവം, ദരിദ്രനെ എഴുന്നേൽപ്പിക്കുക. 2-ാമത് ഉയർത്തുന്ന ദൈവം, കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം. 3-ാമതായിട്ട് 8-ാം വാക്യത്തിൽ ഇരുത്തുന്ന ദൈവം. 4 വസിക്കുമാറാക്കുന്നു. അതെ, 4 പ്രവർത്തികൾ: എഴുന്നേൽപ്പിക്കുക, ഉയർത്തുക, ഇരുത്തുക, വസിക്കുമാറാക്കുക. സ്തോത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുള്ളവരാണ് നമ്മളെല്ലാവരും. പല പ്രതിസന്ധികളുമായി പല രീതിയിലുള്ള ആകുലതകളാൽ നെട്ടോട്ട് മൂടുന്ന ഒരു കാലഘട്ടമാണ്. ഒരു സ്വസ്ഥതയുമില്ലാതെ ഓടുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഇവിടെ ഈ 3 കാര്യങ്ങൾ, ആദ്യത്തെ 3 കാര്യങ്ങൾ, എഴുന്നേൽപ്പിക്കുക, ഉയർത്തുക, ഇരുത്തുക, ഇത് 3ഉം ദൈവത്തിന്റെ നീതിയാണ്. എന്നാൽ 4-ാമതായി പറയുന്ന വസിക്കുമാറാക്കുന്നു എന്നുള്ള ആ ഒരു പദം, അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. ഈ വസിക്കണമെങ്കിൽ അത് വാഗ്ദത്തത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ വസിക്കുമാറാക്കുന്നത്, നീയല്ലോ ഞങ്ങളെ വസിക്കുമാറാക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ബാക്കിയുള്ള 3 പദങ്ങൾ, എഴുന്നേൽപ്പിക്കുക, അത് എവിടുന്നാണ് എഴുന്നേൽപ്പിക്കുന്നത്? അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക. അപ്പൊ എളിയവരെ പൊടിയിൽ കിടക്കുന്ന ചില അനുഭവങ്ങൾ ഇല്ലേ? ഇന്ന് നിന്റെ വിഷയത്തിൽ നമ്മൾ പൊടിയിൽ കിടക്കുക. എന്താണ്? വർഷങ്ങളായി തിരിഞ്ഞു നോക്കാത്തടത്താണല്ലോ, അല്ലെങ്കിൽ ഒരു 2 ദിവസം, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാതെ നമ്മൾ നോക്കുകയും കാണാതെയും തുടയ്ക്കാതെ ഒക്കെ ഇരുന്നിട്ടാണല്ലോ ഈ പൊടി, അല്ലെങ്കിൽ നിലത്താണ്. തീർത്തും ഈ പൊടി കിടക്കുന്ന എവിടാണ്? തീർത്തും താഴേക്കിടയിൽ നിന്നും ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവിടെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം. 2-ാമത് പറയുന്നു, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവം. അപ്പൊ ഈ കുപ്പയിൽ നിന്നും ഉയർത്തുക എന്ന് പറഞ്ഞാൽ, കുപ്പ എന്ന് പറഞ്ഞാൽ വേസ്റ്റ്, തീർത്തും മോശമായി കിടക്കുന്ന ഒരു അനുഭവത്തിൽ നിന്ന് ആര് കൈയിട്ടെടുക്കും നിന്നെ? ആരാണ് നമ്മളെ തിരിഞ്ഞ് നോക്കാനുള്ളത്? അപ്പോൾ ഇതൊക്കെയും ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ ദൈവത്തിന് മാത്രമേ ഇതൊക്കെ സാധ്യമാകുകയുള്ളൂ. കാരണം ഉന്നതത്തിൽ അധിവസിക്കുന്നവനായ ഒരാൾക്ക് താഴേക്കിടയിൽ നിന്ന് അവനെ ഒന്ന് ഉയർത്തുവാൻ നമുക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് 4-ാമത്തെ വാക്യം, 113 സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ, യഹോവ സകല ജാതികൾക്കും മീതെയും അവന്റെ മഹത്വം ആകാശത്തിനു മീതെയും ഉയർന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം ഉന്നതത്തിൽ അധിവസിക്കുന്നവനായ ദൈവം, ഉന്നതത്തിലിരിക്കുന്നവന് മാത്രമേ ഈ താഴേക്കിടയിൽ നിന്ന് ഈ എളിയവനെ എഴുന്നേൽപ്പിക്കുവാനും ദരിദ്രനെ കുപ്പിൽ നിന്ന് ഉയർത്തുവാനും പറ്റുകയുള്ളൂ. സ്തോത്രം. ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ഉയർന്നിരിക്കുന്ന ഏതോ ഒരു വലിയ പദവിയിൽ ഇരിക്കുന്ന നമ്മൾ തന്നെ അങ്ങ് അഭിമാനിക്കുവാണ്. ശരിയാണ്, നീ അവിടെ തന്നെ ഇരിക്കുന്നത്. എന്നാൽ നീ എത്ര പേരെ ഈ ദരിദ്രനെ നീ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ടോ? കുപ്പയിൽ കിടക്കുന്നവനെ, പൊടിയിൽ കിടക്കുന്നവനെ നീ ഒന്ന് ഉയർത്തിയെടുക്കുവാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൽ ഇറങ്ങി ഒരാൾക്ക് കരം കൊടുത്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലോട്ട്, അല്ലെങ്കിൽ അവനെ അവിടുന്ന് ഒന്ന് എഴുന്നേൽപ്പിക്കാൻ ഒരു മനസ്സ് വേണം. അതുകൊണ്ടാണ് ദൈവത്തിന് മാത്രമേ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആരുടെ മേലാണോ ദൈവത്തിന്റെ കൃപയുള്ളത്, അല്ലെങ്കിൽ ആരുടെ മേലാണോ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളത്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരുവനെ മാത്രമേ ഈ കുപ്പയിൽ നിന്ന് ഉയർത്തുവാനും ഒക്കെയും സാധിക്കുകയുള്ളൂ. അപ്പം ഈ കുപ്പയിൽ നിന്ന്, പൊടിയിൽ നിന്നൊക്കെ എഴുന്നേൽപ്പിക്കുകയും ഉയർത്തുകയൊക്കെ ചെയ്തിട്ട് ഈ എവിടാ കൊണ്ട് ഇരുത്തുന്നേ? 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പ്രഭുക്കന്മാരോടുകൂടെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് തന്നെ ഇരുത്തുന്നു. അപ്പം പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്ന, അത് മാറ്റിയൊന്നുമല്ല, അവരുടെ കൂടെ കൊണ്ട് ഇരുത്തുന്ന ദൈവമാണ്. സ്തോത്രം.
ഞാൻ എന്നാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഈ തീർത്തും മോശപ്പെട്ട അനുഭവം, ആരും കൈകടത്താത്ത ഒരു അനുഭവത്തിൽ നിന്ന്, ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു അനുഭവം നിന്റെ വീട്ടുകാരാകട്ടെ, സഹോദരങ്ങളാകട്ടെ, കൂടപ്പിറപ്പുകളാകട്ടെ, സഭക്കാരാകട്ടെ, തന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാകട്ടെ, ആരും തിരിഞ്ഞു നോക്കാത്ത കുപ്പയിൽ കിടന്ന, പൊടിയിൽ കിടന്ന ഒരു അനുഭവത്തിൽ നിന്ന് എടുത്തുകൊണ്ടിരുത്തുന്നത് എവിടാ? പ്രഭുക്കന്മാരോടുകൂടെ. നിന്റെ ബുദ്ധിക്കൊത്തതോ നിന്റെ പഠിത്തത്തിനൊത്തതോ ഉള്ള കാര്യങ്ങളിലോ അല്ലെ നിന്റെ ആ ലെവലിൽ ഇരിക്കാൻ പറ്റാത്ത ഒരു സ്ഥാനത്ത് നീ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അത് വെറുതെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുത്തുമല്ല, പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നെന്നാണ് പറയുന്നത്. അതായത് ഉന്നതത്തിൽ വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. ചിലരുണ്ടല്ലോ നമ്മളെ ചേർത്ത് തീർത്തും മോശപ്പെട്ട അനുഭവത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി അവരോടുകൂടെ ചേർന്ന് അവരിയ്ക്കുന്ന ആ സ്ഥാനങ്ങളിൽ അവരോടുകൂടെ ചേർന്ന് ഇരുത്തി അവർക്ക് വേണ്ടതൊക്കെ നൽകി ഒട്ടും കുറവില്ലാതായിക്കുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ ചിലരോ തിരിഞ്ഞു നോക്കാത്ത ഒരു അനുഭവം. കുപ്പയിൽ കൈയിട്ടാൽ ഞാനും നാറും, എന്റെ കുടുംബം, ഞാൻ അവന്റെ വിഷയത്തിൽ ഇടപെട്ടാൽ എന്റെ കാര്യവും പോക്കാം, അതുകൊണ്ട് ഞാനും മാറി നിന്നേക്കാം, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്നും പൈസ ഇറങ്ങും, അല്ലെങ്കിൽ ചിലയിടത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പ്രസക്തിയില്ല, അതിനൊരു വിലയില്ല. 10 പേരായോ അല്ലെ ഇവനെ ഒന്ന് സഹായിച്ചാൽ 10 പേര് അറിയാൻ പോകുന്നില്ല, അതുകൊണ്ട് ഇതങ്ങ് വിട്ടേക്കാന്ന് പറഞ്ഞ് മാറി നടക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം, ഇല്ലേ? സ്തോത്രം. എന്നാൽ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി വസിക്കുമാറാക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ആരോടൊക്കെയുള്ള ഒരു മെസ്സേജാണ്, നിന്നെ മക്കളുടെ അമ്മയാക്കി വസിക്കുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. വാഗ്ദത്തമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ പ്രാർത്ഥിക്കുന്ന ഒരു മകനാണോ മകളാണോ എങ്കിൽ നിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറി നിന്നെ മക്കളുടെ അമ്മയാക്കി വസിക്കുമാറാക്കുന്ന ഒരു ദൈവത്തെയാണ് നീ ഈ പകൽക്കാലം ആരാധിക്കുന്നത്. സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാം ജോസഫിനെ പാനപാത്രവാഹകർ അവര് മറന്നുപോയി എന്നാണ്. ജോസഫിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ അവനെ പുറത്തു കൊണ്ടുവരുവാൻ ശക്തനാണ്. പക്ഷേ ഈ പാനപാത്ര പ്രമാണി ജോസഫിനെ മറന്നു. ചിലർ നിന്നെ മറന്നാലും അത് ജോസഫിന്റെ ആ കാരാഗ്രഹത്തിൽ നിന്ന് മാത്രമേ ജോസഫിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ചിലർ നിന്നെ ഓർത്തെന്ന് പറഞ്ഞാലും അവനെ രക്ഷിക്കുവാൻ ദൈവം തന്നെ മുന്നിട്ടിറങ്ങിയാലേ പറ്റും. ഇവിടെ ജോസഫിന്റെ മേൽ കിടക്കുന്നത് നിന്നെ കാരാഗ്രഹത്തിൽ, നിന്നെ പാനപാത്ര വാഹകർ ഓർത്തില്ലെങ്കിലും, പ്രമാണികൾ ഇല്ലെങ്കിലും ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ഇവർക്ക് ഈ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കാനേ പറ്റുകയുള്ളൂ. എന്നാൽ നിന്റെ വാഗ്ദത്തങ്ങളിൽ എത്തിച്ചു ചേർക്കണമെങ്കിൽ അത് ദൈവം വിചാരിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ. നിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറണമെങ്കിൽ, നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ നിറവേറണമെങ്കിൽ അത് ദൈവം തന്നെ വിചാരിച്ചിറങ്ങിയാൽ മാത്രമേ നിന്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റുവാൻ സാധ്യമാകുകയുള്ളൂ. എന്റെ പ്രിയ സഹോദര സഹോദരി, നീ ഇന്ന് കുപ്പയിൽ കിടക്കുന്ന ഒരു അനുഭവമാണോ? നീ ദരിദ്രനാണോ? നീ പൊടിയിൽ കിടക്കുന്നവനാണോ? എങ്കിൽ നിന്നെ പ്രഭുക്കന്മാരോട് കൂടെ കൊണ്ടിരുത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ആരും കൈയിടാത്ത ഒരവസ്ഥയിൽ, ആരും കൈ ചേർത്ത് തരാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തുവാൻ ശക്തനാണ്. അതാണ് എഴുതിയേക്കുന്നത്, ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശ്യൻ ആരുള്ളൂ? ദൈവത്തിന് സദൃശ്യൻ ആരുള്ളൂ? ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നു. സ്തോത്രം. അപ്പം ദൈവം ഉയരത്തിൽ നിന്ന് നോക്കി ആരൊക്കെയാ പൊടിയിൽ കിടക്കുന്നേ, കുപ്പയിൽ കിടക്കുന്നതിനെയൊക്കെ ചിലതിനെയൊക്കെ ഇന്ന് ദൈവം വലിച്ചെടുക്കാൻ പോവുക, തന്റെ വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ പോവുക. സ്തോത്രം. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വചനം നമ്മുടെ ഉള്ളിൽ വേണം. ഇതിന്റെയൊക്കെ വിത്ത് നമ്മുടെ ഉള്ളിൽ വേണം. ഈ വചനം നമ്മൾ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ എപ്പോഴും, ഇന്ന സമയമൊന്നുമില്ല, എപ്പോഴും വചനം കിട്ടുന്ന സമയങ്ങൾ നമ്മൾ എങ്ങനെ നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു, അത്രയും തവണ നമ്മൾ വചനം, നമുക്ക് കിട്ടിയ വാഗ്ദത്തങ്ങൾ വചനം പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ വിടുതലുണ്ടാവും. വലിയ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആരും അയക്കാതെ നമ്മൾ എങ്ങനെ പോകും?
തിരുവചനത്തിൽ പറയുന്നു, ആരും അയക്കാതെ എങ്ങനെ പോകും, ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കുക. അപ്പം എന്താണ്, നമ്മൾ പ്രസംഗിക്കണം, വചനം പ്രസംഗിക്കണം, എന്നാലേ കേൾക്കുവാൻ പറ്റത്തുള്ളൂ. കാരണം തിരുവചനത്തിൽ പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി വചനത്താലും വരുന്നു. സ്തോത്രം. വിശ്വാസം കേൾവിയാലും കേൾവി എവിടുന്ന, കേൾവി വചനത്താലും ഉളവാകുന്നു. അതുകൊണ്ട് പ്രസംഗിക്കണം, വചനം പറയണം, എന്നാലേ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ, കേൾവി ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദര സഹോദരി, നിങ്ങളെ ഏത് ജീർണിച്ച ഏത് കുപ്പയിൽ കിടക്കുന്ന ഒരു അവസ്ഥ, ഒരു വ്യക്തിയാണോ നിങ്ങളെങ്കിൽ, ഇന്ന് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless you in Jesus' name. Amen.